ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പം ഇന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. വാ. കണ്ടോ, എൻ്റെ വീട്ടിലെ തുളസിയാണിത്. കണ്ടോ, ഈ തുളസി മൊത്തം ഒരു സൈസ് ഈച്ചയാണ്. കണ്ടോ, ഇതാണെങ്കിൽ തുളസി മൊത്തം മൂടിയൊക്കെ എവിടെ തിരിഞ്ഞാലും ഈച്ചയാണ്. എൻ്റെ വീട്ടിൽ 2-3 തുളസിയുണ്ട്. 2-3 കണ്ടോ കണ്ടോ, ഇതിലെല്ലാം ഈച്ചയാണ്. തുളസിയെ പൊതിഞ്ഞ് വെച്ചേക്ക്. എനിക്ക് തോന്നുന്നത് തുളസി നീര് കുടിക്കാൻ വരുന്നതാണ്. അപ്പം നമുക്ക് ഞാനാണെങ്കിൽ ഇതിൻ്റെ തുളസിയുടെ ഇല കുറച്ച് കയക്കിയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ആ ഇല മൊത്തം പൊതിഞ്ഞിട്ടുണ്ട് ആ ഈച്ച. ഈ ഇല ഇരുന്ന് അനങ്ങുന്ന മൊത്തം ഈച്ചയാണ്. കണ്ടോ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? എന്തിനാ ഈ തുളസി വന്നിരിക്കുന്നതെന്ന് അറിയാവുന്നവർ കമൻ്റ് ഇടണേ. ഇതൊരു സംശയമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എന്നോട് പറയണേ. ഞാൻ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ ഇത് ഞെരടിയിട്ടാലും ഇങ്ങനെ വന്ന് പൊതിഞ്ഞിരുന്നോളൂ. കണ്ടോ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഞാൻ കുറച്ച് തുളസിയില എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിട്ടൊന്ന് ഞെരടാം. ഇപ്പം തന്നെ ഈച്ചതേ വരുന്നുണ്ട്. എൻ്റെ കയ്യിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. കണ്ടോ, ഒരാൾ വന്നു. ഞാൻ വീഡിയോ എടുക്കുക. ഹേയ്, മഴ വന്നേ. എൻ്റെ കൈ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആൾ വരുന്നുണ്ട്. ഒരാൾ അടുത്ത് വന്നിരുന്നോ. കണ്ടോ, ശരിയാണല്ലോ. ഇതിൻ്റെ നീര് കുടിക്കാൻ പോയി. എല്ലാവരും മണത്ത് വരുന്നുണ്ട്. ഭയങ്കര കാറ്റും മഴ പെയ്യാനുള്ള പ്ലാനില്ല. മഴ അങ്ങോട്ട് പെയ്യത്തും ഇല്ല, പെയ്യുവാണെങ്കിൽ പേടിപ്പിക്കുകയും ചെയ്യും. കണ്ടോ, എൻ്റെ കയ്യിലൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. ഇത് എൻ്റെ വേറൊരു ചെടിയാണ്. നല്ല അടിപൊളി കളറാണ് ഇതിന്. പക്ഷേ ഇതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ തന്നെ മഞ്ഞയുണ്ട് ഇവിടെ. ഇത് എൻ്റെ ചെത്തിയൊക്കെ പൂത്തിട്ടുണ്ട്. കണ്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇനിയും നല്ല കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റാ.